Hello, good morning, good afternoon, good evening, students. എല്ലാവരും ഫൗണ്ടേഷൻ എക്സാം കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുമായിരിക്കും അല്ലേ? എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. കുറെ ആളുകൾ അക്കൗണ്ടിങ്ങിന്റെ ആൻസർ കീ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ കഴിഞ്ഞ എക്സാമിന്റെ ആൻസർ കീ ഒന്ന് നോക്കാം. എന്തൊക്കെയായിരിക്കും ആൻസർ വരിക നമുക്കൊന്ന് നോക്കാം അല്ലേ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതുവരെ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയിട്ട് ഏതായിരിക്കും റൈറ്റ് ആൻസർ ഒരു ബോധ്യം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുക കേട്ടോ. ഓക്കെ, എനിവേ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the economic life of an entity is artificially split into small equal intervals in accordance with dash concept. എന്താ ചോദിക്കുന്നത്? ഒരു ബിസിനസിന്റെ ലൈഫിനെ നമ്മൾ ആർട്ടിഫിഷ്യലി, നമുക്കറിയാം ബിസിനസ് ലൈഫ് ഒരുപാട് നീണ്ടു കിടക്കുന്നതാണ് അല്ലേ? നമുക്ക് അൺഫോർസിയബിൾ ഫ്യൂച്ചർ നമ്മൾ പറയാറില്ല, ഒരുപാട് വർഷത്തേക്കുള്ള ലൈഫാ. അതേ നമ്മൾ ആർട്ടിഫിഷ്യൽ എന്ത് ചെയ്യുന്നു, ഓരോ ഈക്വൽ ഇന്റർവെല്ലിലായിട്ട് ടൈം ഇന്റർവെല്ലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് ഏത് കോൺസെപ്റ്റ് ആണ് ചോദിക്കുന്നത്? ഗോയിങ് കൺസേൺ ചോദിക്കുന്നുണ്ട്, മാച്ചിങ് ആയിട്ട് പറയുന്നുണ്ട്, ഡ്യുവൽ ആസ്പെക്ട്, അതിൽ പീരിയോഡിസിറ്റി. നമുക്കറിയാം ഇതില് കുറെ ആളുകൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളത് ഗോയിങ് കൺസേൺ ആണ് അല്ലേ? ഒരുപാട് വർഷത്തേക്ക് കടക്കുന്ന അങ്ങനെ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ പറയാൻ നമുക്ക് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാന്നുള്ള ഒരു അക്കൗണ്ടിങ് പീരീഡ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏത് കോൺസെപ്റ്റ് ആയിരിക്കും? പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ കേട്ടോ. പീരിയോഡിസിറ്റി കോൺസെപ്റ്റ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം നമുക്ക്. Which of the following is not a framework of accounting? അക്കൗണ്ടിങ്ങിന്റെ ഫ്രെയിംവർക്ക് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം കോൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ, ലീഗൽ ഫ്രെയിംവർക്ക് പഠിച്ചിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക് പഠിച്ചിട്ടുണ്ട്. എന്നാൽ സോഷ്യൽ ഫ്രെയിംവർക്ക് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. സോഷ്യൽ ഫ്രെയിംവർക്ക് അക്കൗണ്ടിങ്ങിന്റെ ഫ്രെയിംവർക്ക് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ. സോ ആൻസർ സി ആയിട്ടായിരിക്കും വരിക, സോഷ്യൽ ഫ്രെയിംവർക്ക് എന്നുള്ളതായിരിക്കും കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് component of financial statement directly represents accounting equation? അക്കൗണ്ടിങ് ഇക്വേഷൻ നമുക്കറിയാം ഏതാണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. ഇത് ഏത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള ഇക്വേഷൻ ആണ്? അത് ഏത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അത് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല അല്ലെ. ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ അസറ്റുകൾ ക്യാപിറ്റൽ ഈക്വൽ ടു ലയബിലിറ്റീസ് അങ്ങനെയാണോ? അല്ല അല്ല. ബാലൻസ് ഷീറ്റ് നമുക്കറിയാം അല്ലെ. ബാലൻസ് ഷീറ്റിന്റെ ഒരു സൈഡിൽ എന്താണ്? അസറ്റുകളും അടുത്ത സൈഡിൽ ക്യാപിറ്റൽ ലയബിലിറ്റി എപ്പോഴും ഈക്വൽ ആയിട്ട് വരുന്ന. സോ ആൻസർ ഏതായിരിക്കും? ബാലൻസ് ഷീറ്റ് ആയിരിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോളം ഇൻ ദ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്? ഇതിൽ ഏതാണ് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൽ കോളം അല്ലാത്തത് എന്നാ ചോദിക്കുന്നത്. ക്യാഷ് കോളം ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൽ ഉണ്ടാവും അല്ലെ. ബാങ്ക് കോളം ഉണ്ടാവും, ഡിസ്കൗണ്ട് കോളം ഉണ്ടാവാം. എന്നാൽ പെറ്റി ക്യാഷ് കോളം എന്നുള്ളത് ഉണ്ടാവുമോ? ഇല്ലല്ലോ. പെറ്റി ക്യാഷ് കോളം ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് നോട്ട് എ കോളം എന്നുള്ളതിന് ആൻസർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ 55. A check issued to a party rupees 44,800 was recorded twice in the cash book. How should be treated while drafting bank reconciliation statements? If the balance as per cash book is the starting point. ബിആർസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്തതാണ് അല്ലേ. അപ്പൊ ബിആർസിൽ നമ്മൾ പറയുന്ന ഏതാണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതായിട്ട് എടുക്കുന്നത് നോക്കണം. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാ? ക്യാഷ് ബുക്ക് ആണ് അല്ലേ. ക്യാഷ് ബുക്കിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്താണ് പ്രശ്നം പറഞ്ഞിട്ടുള്ളത്? ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 44,800 ചെക്ക് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അത് 2 പ്രാവശ്യം എന്ത് ചെയ്തു? ക്യാഷ് ബുക്കിൽ എഴുതി. ഇനി എന്തായിരിക്കും ബിആർസി ട്രീറ്റ്മെന്റ് എന്ന് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാല്ലേ, നമ്മൾ ടി ഫോർമാറ്റ് ഒക്കെ വരച്ച് ചെയ്യാറുള്ളതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ആ ടി ഫോർമാറ്റ് എന്ന് കാണിക്കുന്നു കേട്ടോ. 2 സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സൈഡിൽ മിറർ എന്ന് കാണിക്കുന്നു, മിറർ. അടുത്തതിൽ എന്തായിരിക്കും? കോപ്പി. ഒരു സൈഡ് മിററും ഒരു സൈഡ് കോപ്പി അല്ലേ. ആറാം മിററിൽ നിൽക്കേണ്ടത് ക്യാഷ് ബുക്കിന്റെ ബാലൻസ് തന്നെ ഒന്നും പറയാത്തത് കൊണ്ട് നമ്മൾ ഫേവറബിൾ ആണെന്ന് വിചാരിക്കുന്നു. സോ മിററിൽ ക്യാഷ് ബുക്ക് നിൽക്കുന്നുണ്ട്, പാസ്ബുക്ക് എവിടെയായിരിക്കും? കോപ്പിയിലാണ് നിൽക്കുക. പാസ്ബുക്ക് കോപ്പിയില്. നമുക്ക് ഇങ്ങനെ വിചാരിക്കാം. ഇനി എന്താ ഇവിടെ പ്രശ്നം വന്നുള്ളത്? 44,800 ചെക്ക് 2 പ്രാവശ്യം എൻട്രി ചെയ്തു. അപ്പൊ എറർ വന്നിട്ട് എവിടെയാണ്? ക്യാഷ് ബുക്കിലാണ് എൻട്രി ചെയ്തിട്ടുള്ളത് അല്ലേ, പാസ്ബുക്കിലാണോ? അല്ല. അപ്പൊ ആക്ച്വലി ആ ട്രാൻസാക്ഷൻ 2ാമത്തെ തവണ റെക്കോർഡ് ആയിട്ടുള്ളത് ക്യാഷ് ബുക്കിലാണ്. അവിടെ നമ്മൾ ബ്രാക്കറ്റ് ചെയ്തു. എന്താണ് ആ റെക്കോർഡ് ചെയ്യുന്നത് സംഭവിക്കുന്നത്? നമ്മുടെ ബാലൻസ് കുറയാണ്. ഒരാൾക്ക് ചെക്ക് കൊടുക്കില്ല, ഈ ചെക്ക് ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞ ചെക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാഷ് കുറയുന്നു, മൈനസ് കാണിച്ചു നമ്മളോട് അല്ലേ. ഇനി എന്താ അതിന് സൊല്യൂഷൻ? നമ്മൾ ഗോഡിനോട് ചോദിക്കുന്ന സിറ്റുവേഷൻ ആണ് അല്ലേ. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാൻ റൗണ്ട് ചെയ്ത് സൊല്യൂഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. മുകളിൽ എന്താ കാണുന്നത് നോക്ക്. മുകളിൽ എന്താ കാണുന്നത്? മിറർ ആണ് അല്ലേ. മൈനസിന് മുകളിൽ മിറർ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ചെയ്യണം. ഓപ്പോസിറ്റ് മീൻസ് പ്ലസ് ചെയ്യണം അല്ലേ. ഇവിടെ പ്ലസ് നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ളതാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ നോക്കാം, ആൻസറിൽ ഏതാ വരുന്നത്?
rupees 44,800 is deducted ആണോ? അല്ല. 89,600 to be added ആണോ? അല്ല. 44,800 is to be added അല്ലെ? 44,800 ആഡ് ചെയ്യണ്ടുള്ളൂ. കാരണം ഇതെന്തുകൊണ്ട് 44,800 വന്നത്? ഒരു തവണയേ ഉള്ളൂ. രണ്ട് തവണ എഴുതിയാൽ ഒരു തവണ തെറ്റുള്ളൂ അല്ലെ? ഒരു തവണ കറക്റ്റ് എഴുതേണ്ടതാണ്. രണ്ടാമത്തെ തവണ കൂടി എഴുതിയതുകൊണ്ട് തെറ്റായത്. അപ്പൊ അധികം എഴുതിയത് 44,800 ഉള്ളൂ. അത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി അല്ലെ? സോ 44,800 is to be added എന്നാണ് റൈറ്റ് ആൻസർ വരുന്നത് കേട്ടോ. Then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 56 അല്ലെ? 56. Which of the following is true about trial balance? ട്രയൽ ബാലൻസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അതിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ളത്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണോ? ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ ഭാഗമാണോ? അല്ലല്ലോ. ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ ബാലൻസസ്. ശരിയാണല്ലേ? ട്രയൽ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെഡ്ജറിലെ ബാലൻസ് ലിസ്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിയാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണോ? ട്രയൽ ബാലൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഭാഗമാണോ? അല്ല. Then none of the above. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Then 57. 47,000 paid for installation of new machinery in the factory should be debited to dash account. നമ്മളൊരു മെഷീനറി വാങ്ങുമ്പോൾ അതിന് ഇൻസ്റ്റാളേഷന് വേണ്ടി 47,000 കൊടുത്തിട്ടുണ്ട്. അത് ഏത് അക്കൗണ്ടിലേക്കാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? അത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുക അല്ലേ? അപ്പോൾ മെഷീനറിയുടെ ഇൻസ്റ്റാളേഷൻ ചാർജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന്റെ ക്യാരേജ് ആയിക്കോട്ടെ, അങ്ങനെയുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ എഴുതുള്ളൂ? അപ്പോഴൊക്കെ നമ്മൾ മെഷീനറി അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എഴുതുള്ളൂ അല്ലേ? അപ്പൊ ഏതിലേക്കാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു മെഷീനറി അക്കൗണ്ട്. 57. Then next one. Recovery of bad debts. Options ഒന്ന് നോക്ക്. Increase gross profit, increase net profit, decrease net profit and decrease gross profit. എന്താ റിക്കവറി ഓഫ് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ കഴിഞ്ഞ വർഷം എപ്പോഴോ ബാഡ് ഡെപ്റ്റ് ആയിട്ട് എഴുതി തള്ളിയ എമൗണ്ട് ആയിരുന്നു. ആരും അത് എമൗണ്ട് തിരിച്ചു തരുന്നു. അങ്ങനെ തരുമ്പോൾ നമുക്ക് എന്താണ്? ഗെയിൻ ആണ് അല്ലേ? ഒരു ഗെയിൻ ആയിട്ട് അത് വരുന്നത്. ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് കൂടില്ലേ? ആ പ്രോഫിറ്റ് കൂടുതലാണ്. ഇപ്പൊ രണ്ട് കാര്യമുണ്ട് ഇവിടെ നോക്ക്. ഇൻക്രീസ് ഗ്രോസ് പ്രോഫിറ്റും ഉണ്ട്, ഇൻക്രീസ് നെറ്റ് പ്രോഫിറ്റും ഉണ്ട്. അപ്പൊ ഇതിൽ ഏതായിരിക്കും വരിക അല്ലെ? അത് കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എവിടെ നിന്നാ കിട്ടുക? ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നാ കിട്ടുക. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ബാഡ് ഡെപ്റ്റ് ഒക്കെ എടുക്കാറുണ്ടോ? റിക്കവറി, ലോസ് ഓഫ് ഗെയിൻ അങ്ങനത്തെ എടുക്കാറുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ഇത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിൻ ആണ് അല്ലെ? ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും വരിക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത് കൊണ്ട് എവിടെ വരുന്നു? നെറ്റ് പ്രോഫിറ്റെ ബാധിക്കുക അല്ലെ? അതുകൊണ്ട് ഇൻക്രീസ് നെറ്റ് പ്രോഫിറ്റ്. ഇതാണ് ആൻസർ വരുന്നത് കേട്ടോ. ഇൻക്രീസ് നെറ്റ് പ്രോഫിറ്റ്. Next question 59. Under which method depreciation is calculated on original cost of fixed asset? നമ്മുടെ അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ് അല്ലേ? ആ ഒറിജിനൽ കോസ്റ്റിന് മുകളിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഏത് മെത്തേഡിന്റെ മറ്റൊരു പേരാണ്? SLM, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിന് മറ്റൊരു പേര് കൂടി ഉണ്ട്. എന്താണ്? ഫിക്സഡ് ഇൻസ്റ്റാളേഷൻ മെത്തേഡ്. അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ഈ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് എന്താ? ഫിക്സഡ് ഇൻസ്റ്റാളേഷൻ മെത്തേഡ് അല്ലെ? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണ് ഫസ്റ്റ് തന്നിട്ടുള്ളത്. അപ്പൊ അത് തന്നെയാണ് റൈറ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ്, ഗുഡ്സ് കോസ്റ്റിംഗ് rupees 1,28,000. Goods costing rupees 1,28,000 taken for domestic use by proprietor were credited to sales account. While passing rectification entry, dash account is to be debited and dash account is to be credited. എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത് നോക്ക്. നമ്മൾ ഒരു പ്രൊപ്രൈറ്റർ, അയാൾ എന്ത് ചെയ്യുന്നു? ഗുഡ്സ് വിഡ്രോ ചെയ്യുന്നു അല്ലെ? ഗുഡ്സ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എഴുതേണ്ടത് എന്താണ്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. അങ്ങനെ എഴുതണ്ടേ അല്ലേ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. അതാണ് ശരിക്കും എഴുതേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ അയാൾ എങ്ങോട്ട് ചെയ്തിട്ടുണ്ട്? ഇതിനെ നമ്മൾ ക്രെഡിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്ത്? ക്രെഡിറ്റ് തെറ്റി അല്ലെ? അപ്പൊ വൈ പാസിംഗ് റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതുന്ന സമയത്ത് സെയിൽസ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം? പിന്നീട് അത് ഡെബിറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ ഡെബിറ്റിൽ സെയിൽസ് വരുന്ന രണ്ട് ഓപ്ഷൻസ് അല്ലെ? അപ്പൊ ഏതായിരിക്കും? രണ്ടോ സിയോ ഡിയോ? അത് നമുക്ക് ഉറപ്പിക്കാം. ഇനി ക്രെഡിറ്റിലേക്ക് എന്താ വരേണ്ടത്? ക്രെഡിറ്റ് പർച്ചേസ് അല്ലേ? സെയിൽസ് എഴുതുന്നതാണെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം? സെയിൽ നടത്തിയെന്നുണ്ടെങ്കിൽ ആരെയാണ് ചെയ്തിട്ടുണ്ടാവുക? ഇന്ന ആൾക്ക്, ആ പ്രൊപ്രൈറ്റർക്ക് വിറ്റ പോലെ എഴുതിണ്ടാവും അല്ലെ? പർച്ചേസിൽ കുറയുണ്ടാവോ? ഇല്ല. അപ്പൊ പർച്ചേസ് കുറയും കൂടി വേണം. പർച്ചേസ് കുറയാൻ വേണ്ടി പർച്ചേസിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ സെയിൽസിനെ ഡെബിറ്റ് ചെയ്യുന്നു, പർച്ചേസിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ. ദെൻ 61.
In a consignment, the pro forma invoice is sent by. ക്ലാസ് ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തല്ലേ കൺസൈൻമെന്റില് പ്രോഫോമ ഇൻവോയ്സ് ആർക്ക് അയക്കുന്നതാണ്? പ്രോഫോമ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്നത് കൺസൈനർ ആണ്. ആർക്ക് അയക്കുന്നത്? കൺസൈനിക്കാണ്. ഇറ്റ് ഈസ് സെൻഡ് ബൈ കൺസൈനർ ടു കൺസൈനി അല്ലേ? അപ്പൊ കൺസൈനർ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുകൊണ്ട് സെൻഡ് ബൈ കൺസൈനർ. ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത് നോക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നല്ലേ, ഒരുപാട് തവണ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. നോക്കാം. അനിൽ ഡ്രോസ് എ ബിൽ വർത്ത് ₹60,000 ഓൺ വിജയ് on March 1, 2024 for 30 days after date on which date the bill mature, given that it was accepted on March 7, 2024. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ബില്ല് എഴുതിയിരുന്ന മാർച്ച് 1 ബില്ല് എഴുതിയിട്ടുള്ളത്. മാർച്ച് 1 ബില്ല് എഴുതി എത്ര ദിവസത്തേക്കുള്ള ബില്ല? 30 ഡേയ്സിനുള്ള ബില്ലാണ്. ആ 30 ഡേയ്സിന് ബില്ല് എങ്ങനെയുള്ള ബില്ല? ബിൽ ആഫ്റ്റർ ഡേറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിൽ ആഫ്റ്റർ ഡേറ്റ്, ബിൽ ആഫ്റ്റർ സൈറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ബിൽ ആഫ്റ്റർ ഡേറ്റ് ആണെങ്കിൽ എന്നാണോ എഴുതിയത് ആ ഡേറ്റ് മുതലാണ് മെച്യൂരിറ്റി ഡേറ്റിലേക്കുള്ള ഡേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബിൽ ആഫ്റ്റർ സൈറ്റ് ആണെങ്കിലോ എന്നാണോ അക്സെപ്റ്റ് ചെയ്യുന്നത് ആ ഡേറ്റ് മുതലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ 2 ഡേറ്റ് തന്നെ, ബില്ല് എഴുതിയ ഡേറ്റ് തന്നിട്ടുണ്ട്, ബില്ല് അക്സെപ്റ്റ് ചെയ്ത ഡേറ്റ് തന്നിട്ടുണ്ട്. പക്ഷെ ബില്ല് ഏത് ഡേറ്റിലാണ്? ബിൽ ആഫ്റ്റർ ഡേറ്റ് ആണ് ഇല്ലേ? ബിൽ ആഫ്റ്റർ ഡേറ്റ് ആണ് നമ്മൾ ഏത് എടുക്കേണ്ടുള്ളൂ? ബില്ല് എഴുതിയ ഡേറ്റ് March 1 ആണ് എടുക്കേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ March 1 എടുക്കാം അല്ലെ? March 1 ഞാനിവിടെ എടുക്കുന്നുണ്ടോ? March 1. അവിടെ നമ്മോട് എത്ര ഡേയ്സ് വേണം? 30 ഡേയ്സ് വേണം. 30. അപ്പൊ 30 + 1 31 അല്ലെ? 31 മാർച്ച് ആകുമ്പോൾ നമുക്ക് 30 ഡേയ്സ് കിട്ടും. ഈ 31 മാർച്ച് ആകുമ്പോഴേക്ക് 30 ഡേയ്സ് കിട്ടും. പ്ലസ് ഒരു 3 ഡേയ്സ് കൂടി വേണ്ടേ? 3 ഡേയ്സ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. 3 ഡേയ്സ് എവിടുന്ന് എടുക്കാം? തൊട്ടടുത്ത മാസം ഏതാണ്? ഏപ്രിൽ 3 ദിവസം കൂടി ആകും April 3. ഇതായിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി, April 3, 2024. ക്ലിയർ ആണല്ലോ? ആരെങ്കിലും March 7 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ബിൽ ആഫ്റ്റർ സൈറ്റ് ആയി പോകും. അത് തെറ്റായ ആൻസർ ആയിരിക്കും കേട്ടോ. സ്റ്റാർട്ടിംഗ് ഡേറ്റ് March 7 എടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റായിരിക്കും ആൻസർ. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ ഓണർ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അറ്റ് മെച്യൂരിറ്റി no journal entry is required to be passed in the books of the drawer when ഒരു ബില്ല് ആ ബില്ല് എഴുതി അതിന് മെച്യൂരിറ്റി ഡേറ്റ് ആവുന്ന കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കുന്നത്, ഓണർ ചെയ്യാന്ന് പറഞ്ഞ അത് കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡ്രോയർ ഒരു എൻട്രിയും എഴുതണ്ട. അത് എപ്പോഴാണ്? ബിൽ റിട്ടേൺ ടിൽ മെച്യൂരിറ്റി വരെ ബില്ല് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് കിട്ടി എൻട്രി എഴുതേണ്ടി വരില്ലേ അല്ലെ? അപ്പൊ അതല്ല. ബില്ല് സെന്റ് ഫോർ കളക്ഷൻ, നമ്മൾ ബില്ല് ബാങ്കിന്റെ അടുത്ത് കളക്ഷൻ അയച്ചിട്ടാണെങ്കിൽ ക്യാഷ് കിട്ടി എൻട്രി എഴുതേണ്ടി വരില്ലേ അല്ലെ? അപ്പൊ അതും ആയിരിക്കില്ല. ബിൽ ഈസ് എൻഡോസ്ഡ്, ബില്ല് നമ്മൾ ഒരാൾക്ക് എൻഡോസ് ചെയ്തിട്ടുണ്ട്. എൻഡോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് ആർക്ക് കിട്ടും? ആ എൻഡോസിക്ക് കിട്ടും അല്ലെ? എൻഡോസിക്ക് ആ ക്യാഷ് കിട്ടിയിട്ടുണ്ടാവുക. പിന്നെ നമുക്ക് അയാൾക്ക് ക്യാഷ് കിട്ടിയതിനെ പറ്റി വേറെ ബാധ്യതകളൊന്നും വരാനില്ല. അതുകൊണ്ട് ആ എൻട്രി എഴുതണോ? വേണ്ട. നോ എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് ഡ്രോയർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത് നോക്കാം. വാട്ട് വിൽ ബി അക്കൗണ്ടിങ് for goods purchased for joint venture by co-venturer in case separate set of book are maintained. നമ്മളോട് ജോയിന്റ് വെഞ്ചറിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുക. ജോയിന്റ് വെഞ്ചറില് കോ-വെഞ്ചർ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബിസിനസ്സിന് വേണ്ടി കുറച്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ജേർണൽ എൻട്രി എന്തായിരിക്കും? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ജോയിന്റ് വെഞ്ചറിന് പർച്ചേസ് ഏത് എക്സ്പെൻസ് വന്നാലും ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് അല്ലെ? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. ഇനി നമ്മൾ ബിസിനസ്സിന് ക്യാഷ് എടുത്തിട്ടാണ് ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ ജോയിന്റ് ബാങ്ക് അല്ലെ? അതല്ലെങ്കിലോ ആരാണോ ക്യാഷ് കൊടുക്കുന്നത് അയാളുടെ പേരിൽ അല്ലേ? ഇവിടെ കോവെഞ്ചർ കൊടുക്കുന്നത്. അപ്പൊ ടു കോവെഞ്ചർ അക്കൗണ്ട് എന്ന് വരും. ഞാൻ COV എന്ന് മാത്രം എഴുതുന്നു കേട്ടോ. ടു കോവെഞ്ചർ അക്കൗണ്ട്, അതായത് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് അറ്റ് ടു കോവെഞ്ചർ അക്കൗണ്ട്. ഡെബിറ്റ് ജോയിന്റ് വെഞ്ചറും ക്രെഡിറ്റ് കോവെഞ്ചറും. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഡെബിറ്റ് ജോയിന്റ് വെഞ്ചർ അല്ലെ? ക്രെഡിറ്റ് കോവെഞ്ചേഴ്സ്. ഡി ആണ് വരുന്നത് അല്ലെ? ഓപ്ഷൻ ഡി ആയിരിക്കും റൈറ്റ് ആൻസർ. ദെൻ അടുത്ത് നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 65 അല്ലേ? എന്താ 65 വരുന്നത്? ആകാശ് പർച്ചേസ്ഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹10 lakh. വികാസ് സോൾഡ് 4/5 of the goods for 12,50,000. Balance of goods were taken over by Vikas at cost less 20%. If same set of books are maintained, determine the profit on venture.
ജോയിന്റ് വെഞ്ചറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് പ്രോഫിറ്റ് എത്രയാണ് ജോയിന്റ് വെഞ്ചറിൽ എന്നാ ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി അല്ലേ? ഞാൻ ഫുൾ ആയിട്ട് എഴുതുന്നില്ല, ജസ്റ്റ് റഫ് ആയിട്ട് നമുക്ക് കാണിച്ചാൽ മതിയല്ലോ അല്ലേ? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് റഫ് ഫോർമാറ്റ് നമുക്ക് എഴുതാം. ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് കേട്ടോ. ജോയിന്റ് വെഞ്ചറിൽ ഡെബിറ്റ് സൈഡിലെ എക്സ്പെൻസുകളും ക്രെഡിറ്റ് സൈഡിലെ ഇൻകംസും എഴുതാം, നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കാം. പർച്ചേസ് ചെയ്യുന്നു എത്ര രൂപക്കാണ്? 10 lakhs അല്ലേ? പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് 10 lakhs. ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ 10 lakhs എക്സ്പെൻസ് ആണല്ലോ, ആ 10 lakhs കാണിക്കുന്നു. അടുത്തതോ നെക്സ്റ്റ് ഇവിടെ ചെയ്യേണ്ടത് ഇതില് വികാസ് സോൾഡ് 4/5 ഓഫ് ദ ഗുഡ്സ് അല്ലെ? ഇതിന് 4/5 ഗുഡ്സ് കൊടുക്കുന്നുണ്ട്. എത്ര രൂപക്കാ? 12,50,000 കൊടുക്കുന്നത്. അപ്പൊ സെയിൽസ് ഇൻകം അല്ലേ? ക്രെഡിറ്റ് സൈഡില് 12,50,000 ഇൻകം കാണിക്കണം. Then balance of the goods were taken over by Vikas at cost less 20%. ബാലൻസ് വരുന്ന ഗുഡ്സ് ഉണ്ട് അല്ലേ? ആ ബാലൻസ് എത്രയായിരിക്കും? 4/5 വിത്ത് that means 1/5 ബാലൻസ് ഉണ്ടാവില്ലേ? ആ 1/5 അതായത് എത്ര വരും? 10 lakh 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 lakh വരും അല്ലേ? 2 lakh ആണ് 1/5 കേട്ടോ. ആ 1/5 ഇൻറ്റു അത് എത്ര പെർസെന്റേജിനാണ്? കോസ്റ്റ് ലെസ് 20%. ഒന്നെങ്കിൽ 20 lakh മൈനസ് 20% എന്ന് കാണിക്കാം, അല്ലെങ്കിൽ 20 lakh ഇൻറ്റു 80%. ഏത് ചെയ്താൽ എത്ര വരുന്നുണ്ട് നമുക്ക്? 1,60,000 വരും അല്ലേ? 1,60,000. അപ്പൊ അത്ര എമൗണ്ട് നമുക്ക് വീണ്ടും ഇൻകം ആയിട്ട് കാണിക്കണം ക്രെഡിറ്റ് സൈഡിൽ. 1,60,000 ഇതല്ലേ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ. ഇനി ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ പ്രോഫിറ്റ് ആണ് അല്ലേ? അപ്പൊ ക്രെഡിറ്റ് സൈഡ് അല്ലേ ഇവിടെ കൂടുതലുള്ളത്? ക്രെഡിറ്റ് സൈഡ് നോക്കുന്ന സമയത്ത് 12,50,000 പ്ലസ് 1,60,000 അല്ലേ? That means 14,10,000. 14,10,000. അതേ എമൗണ്ട് എവിടെയും വരണം? ഡെബിറ്റിലും വരണം. 14,10,000. ഇവിടെ എത്ര കുറവുള്ളത്? 10 lakh ഉള്ളൂ അല്ലേ? 4,10,000 കുറവുണ്ട്. ഇവിടെ കുറവുള്ള എമൗണ്ട് എന്തായിരിക്കും? നമ്മുടെ പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് മീൻസ് എ 4,10,000. ശരിയാണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. In a memorandum joint venture accounting method, each co-venture records. നമ്മൾ ജോയിന്റ് വെഞ്ചറിൽ പല മെത്തേഡ്സ്, സെപ്പറേറ്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സെപ്പറേറ്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാത്തത്, ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ മൂന്നാമത്തെ മെത്തേഡാണ് മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ മെത്തേഡ് പഠിച്ചിട്ടുള്ളത്. ഓരോ കോവഞ്ചേഴ്സും അവനവൻ ചെയ്യുന്ന ട്രാൻസാക്ഷൻ മാത്രം, മറ്റു കോവഞ്ചർ ചെയ്യുന്നത് എഴുതുമോ? ഇല്ല, സ്വന്തം ട്രാൻസാക്ഷൻ മാത്രം റെക്കോർഡ് ചെയ്യും. പിന്നെ പീരിയോഡിക്കലായിട്ട് ആ ട്രാൻസാക്ഷൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ലാസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്ത അതിൽ ഏതായിരിക്കും ശരിയെന്ന് ചോദിക്കുന്നു. ഓൾ ട്രാൻസാക്ഷൻ ഓഫ് ജോയിന്റ് വെഞ്ചർ എല്ലാം റെക്കോർഡ് ചെയ്യും എല്ലാവരും? ഇല്ല. കോമൺ ട്രാൻസാക്ഷൻ ഓഫ് ജോയിന്റ് വെഞ്ചർ എന്താ? എല്ലാവരും കോമൺ ആയിട്ട് വരുന്നത് മാത്രമാണ് റെക്കോർഡ് ചെയ്യുക? അല്ല അല്ലേ? സ്വന്തം ട്രാൻസാക്ഷൻ ഹെർ ഓർ ഹിസ് റെസ്പെക്റ്റീവ് ട്രാൻസാക്ഷൻ ഓഫ് ജോയിന്റ് വെഞ്ചർ, ഒന്ന് അവളുടെ അല്ലെ അവന്റെയോ അല്ലെ അവരുടെ ട്രാൻസാക്ഷൻ മാത്രം റെക്കോർഡ് ചെയ്യുക. അതല്ലേ ശരി? സി ആണ് റൈറ്റ് ആൻസർ അല്ലെ? ട്രാൻസാക്ഷൻ ഓഫ് ദ കോവഞ്ചർ അങ്ങനെയല്ലല്ലോ അല്ലേ? ഇവിടെ നമുക്ക് സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. Then 67. Which of the following is not a common of financial statements of a trading sole proprietorship business concern? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത് അല്ലേ? നോട്ട് എ കോമ്പണന്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ബാലൻസ് ഷീറ്റ് ആണല്ലോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്നതാണ് അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ? അതും വരുന്നതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അത് എവിടെയാണ്? അത് പാർട്ണർഷിപ്പിലാണ് വരിക അല്ലേ? സോൾട്ടേക്ക് വരില്ലോ? ഇല്ല. അപ്പൊ ഇതായിരിക്കും ട്രേഡിംഗ് അക്കൗണ്ട്. പിന്നെ ഉണ്ട് അല്ലേ ട്രേഡിംഗ് അക്കൗണ്ട്? നമുക്കറിയാം ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ വരുന്നതാണ്. അപ്പൊ ഏതാ ആൻസർ? ഓപ്ഷൻ സി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. What is the purpose of drafting manufacturing account? മാനുഫാക്ചറിംഗ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താ? അതിന്റെ പർപ്പസ് എന്താ? ascertaining cost on goods manufactured ഉണ്ട്, ascertaining profit or loss of goods manufactured ഉണ്ട്, ascertaining the sale proceeds of goods sold ഉണ്ട്. both A and B. നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ നോക്കാം, പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണോ ഗുഡ്സ് മാനുഫാക്ചർ? ഇല്ല അല്ലെ? അത് നോക്കാന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും അത് ലോസേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാൻ വീണ്ടും ചെലവല്ലേ കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അതല്ല ആൻസർ. ascertaining the sale proceeds of goods sold, നമ്മൾ വിറ്റതിന്റെ മുഴുവൻ സെയിൽ പ്രൊസീഡ്സ് കാണാൻ അത് നമ്മൾ ട്രേഡിംഗിലല്ലേ വരുന്നത്. അപ്പൊ ഇതുമല്ല. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. എന്താണ്? കോസ്റ്റ് ഓൺ ഗുഡ്സ് മാനുഫാക്ചേർഡ് അറിയുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ കേട്ടോ. Then 69. While drafting financial statements, goods distributed as free sample but not yet accounted for the books in the books to be reflected in which of the components? Okay. എന്താ പറയുന്നത്?
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കാം. അതായത് ട്രയൽ ബാലൻസ് തന്ന് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുന്നു. അപ്പൊ അതിൽ അക്കൗണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് എന്താ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് ഇവിടെ, ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ആസ് ഫ്രീ സാമ്പിൾ. അപ്പൊ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ആസ് ഫ്രീ സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസ് നമ്മൾ കുറക്കണം, അതേപോലെ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. അപ്പൊ ഏതൊക്കെ കോമ്പണന്റിലാണ് ഇത് വരിക, എവിടേക്കാണ് അത് റിഫ്ലക്ട് ചെയ്യാന്ന് ചോദിക്കുന്നത്. ഓൺലി ട്രേഡിംഗ് അക്കൗണ്ടിൽ മാത്രമാണോ, പർച്ചേസ് കുറച്ചാൽ മാത്രം മതിയോ, പോരാ അല്ലേ. നമുക്ക് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആയിട്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കാണിക്കുകയും വേണം. അപ്പൊ ഓപ്ഷൻ എ അല്ല. ഓൺലി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് മാത്രം മതിയോ, അതും പോരാ. ബോത്ത് ഇൻ ട്രേഡിംഗ് ആൻഡ് ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് ബാലൻസ് ഷീറ്റ് ആണോ, അല്ലല്ലേ. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ ഡിയിൽ നോക്കാം, ബോത്ത് ഇൻ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതാണ് റൈറ്റ് ആൻസർ. Then seventh one, outstanding wages appearing in trial balance reflected in. ട്രയൽ ബാലൻസിനുള്ളിൽ എന്ത് കാണുന്നു, ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് കാണുന്നു. അങ്ങനെയാണെങ്കിൽ അത് എവിടെ റിഫ്ലക്ട് ചെയ്യാന്നാ ചോദിച്ചിട്ടുള്ളത്. ട്രയൽ ബാലൻസിന്റെ ഉള്ളിലുള്ള ഐറ്റം എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ലേ, ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ. ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്ന നാച്ചുറൽ എന്താ, ഇറ്റ്സ് എ ലയബിലിറ്റി. ലയബിലിറ്റി ആണെന്ന് എവിടെ വരും, ബാലൻസ് ഷീറ്റില്. സോ ഓപ്ഷൻ സി, ബാലൻസ് ഷീറ്റ് അണ്ടർ ലയബിലിറ്റീസ്. 71, Ram's stationery business for the year 2023-24 values opening stock in the trade is rupees 4 lakh. Sales during the year is 20 lakh. Rate of gross profit is 25% on cost and purchase is rupees 24 lakh. What is the value of closing stock in trade? എന്താ ചോദിക്കുന്നത് നോക്ക്. നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ട് അതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്താന്ന് കണ്ടുപിടിക്കാൻ പറയുക അല്ലെ. എന്തൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് ആ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പർച്ചേസ് തന്നിട്ടുണ്ട്, സെയിൽ ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിലല്ലേ. അപ്പൊ ആ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു മോഡൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ആ ട്രേഡിംഗ് അക്കൗണ്ടിലെ ഫോർമാറ്റിലേക്ക് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നോക്കൂ നിങ്ങൾ, ഞാൻ ജസ്റ്റ് റഫ് ആയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ റഫ് ഫോർമാറ്റ് കേട്ടോ. ട്രേഡിംഗ് അക്കൗണ്ട് ആദ്യം തന്നിട്ടുള്ള ഇൻഫർമേഷൻ ഏതാണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ. അപ്പൊ ഞാൻ OPS എഴുതുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് തന്നിട്ടുള്ളത്, ഡെബിറ്റ് സൈഡില് 4 lakh തന്നിട്ടുണ്ട്, 4 lakh. അടുത്തതോ നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഏതായിരുന്നു, സെയിൽസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം, സെയിൽസ് തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് സൈഡിൽ എഴുതാം 20 lakh ആണ്, 20 lakh. റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റിന്റെ റേറ്റ് പെർസെന്റേജ് തന്നിട്ടുണ്ട്, അതായത് 25% ഓൺ കോസ്റ്റ് എന്നാണ്. പക്ഷെ നമുക്ക് കോസ്റ്റ് മുഴുവൻ അറിയില്ല അല്ലെ. 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണത്, 1/4 ആണ് അല്ലെ. 1/4 ഓൺ കോസ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൺ സെയിൽസ് എത്രയെന്ന് അറിയാം. ഓൺ സെയിൽസ് എത്രയായിരിക്കും, 1/5 ആയിരിക്കും. സോ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എഴുതുന്ന സൈഡ് അറിയാം അല്ലെ. ഏത് സൈഡിലാണ്, ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് എഴുതേണ്ടത് 20 lakhന്റെ 1/5. 20 lakhന്റെ 1/5 എത്രയെന്ന് നോക്കൂ. 20 lakhന്റെ 1/5 that is I think 4 lakh അല്ലെ. 4 lakh ആയിരിക്കും വരുന്നുണ്ടാവുക. പർച്ചേസ് തന്നിട്ടുണ്ട്, പർച്ചേസ് ഈസ് rupees 24 lakh. പർച്ചേസ് എവിടെ എഴുതുക, ഡെബിറ്റ് സൈഡിലാണ് അല്ലെ. ആ പർച്ചേസും കാണിക്കുന്നു, പർച്ചേസ് 24 lakh. യെസ്. ഇനി നമുക്ക് മിസ്സായ ഫിഗർ അല്ലേ, മിസ്സായ ഫിഗർ എന്താ, ക്ലോസിംഗ് സ്റ്റോക്ക്. അത് എവിടെയായിരിക്കും വരിക, ക്രെഡിറ്റ് സൈഡിലാണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് ബാലൻസ് ചെയ്താൽ മതി. ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. ഡെബിറ്റ് സൈഡിൽ എത്ര വരുന്നുണ്ട്, 4, 28 and 32 അല്ലെ. 32 lakh വരുന്നുണ്ട്, 32 lakh. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ 32 lakh വരണം. ഇവിടെ മിസ്സായത് എത്രയാണ്, 20 ഉള്ളൂ. 12 lakh മിസ്സായിട്ടുണ്ട്, അതായിരിക്കും ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ നോക്കാം, ഓപ്ഷനിൽ എ ആണ് റൈറ്റ് ആൻസർ. 12 lakh ആണ് റൈറ്റ് ആൻസർ വരുന്നത് കേട്ടോ. യെസ്. ദെൻ അടുത്ത് നോക്കാം, ട്രേഡ് മാർക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ട്രേഡ് മാർക്ക് നമുക്കറിയാം ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലേ. അത് ഫിക്സഡ് ലോങ് ടേമിലേക്കുള്ളതല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് എഴുതാം. ദെൻ ഫിക്റ്റീഷ്യസ് അസറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഇഷ്യൂ ഓഫ് ഷെയർസ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് വരിക. സോ ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ ഗുഡ് വിൽ ഒക്കെ എന്തായിട്ട് എടുക്കുക, നമ്മൾ ഫിക്സഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ 73. Madhu's trial balance as at 31st March
2024 contains the following information. എന്തൊക്കെയാണ് തന്നിട്ടുള്ള ഇൻഫർമേഷൻ? 12% ബാങ്ക് ലോൺ സിൻസ് ജൂലൈ 1, 2022. Rupees 2 lakh. Interest paid rupees 20,000. What will be total amount of interest debited to profit and loss account for the year ended 23-24? കൺഫ്യൂസിംഗ് ആണ്, തെറ്റാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് നോക്കണം. നമ്മൾ ട്രിക്കി ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്? ട്രയൽ ബാലൻസിനുള്ളിൽ തന്നിട്ടുണ്ട് 12% ബാങ്ക് ലോൺ എന്ന് തന്നിട്ടുണ്ട്. എന്നാണ് ഈ ലോൺ എടുത്തിട്ടുള്ളത്? 1 ജൂലൈ 2022 ലോൺ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും ജൂലൈയിലല്ലേ, അപ്പൊ ഈ വർഷം തുടക്കം മുതൽ ഇല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഇയർ ശ്രദ്ധിച്ചോ, നമ്മളോട് ഈ ഏത് വർഷത്തെ ആൻസർ ചോദിക്കുന്നത്, ഏത് വർഷത്തെ ഇൻട്രസ്റ്റ് ചോദിക്കുന്നത് 23-24 അപ്പൊ 23-24 എന്ന് പറഞ്ഞാൽ 1 ഏപ്രിൽ 2023 to 31 മാർച്ച് 2024 വരുള്ളൂ. ഈ 2022 അതായത് 2022 എന്ന് പറയുന്നത് ഒരു വർഷം മുമ്പാണ്. ഒരു വർഷം മുമ്പേ എടുത്ത ലോണാണ്. എത്ര രൂപയുടെ ലോണാണ്? 2 ലാഖിനുള്ള ലോണാണ്. ആ ലോണിൽ എത്ര ഇൻട്രസ്റ്റ് ഉണ്ട്? 12%. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്താലും ഇല്ലെങ്കിൽ ആ ഫുൾ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം അല്ലേ? ഔട്ട്സ്റ്റാൻഡിങ്ങിനെ അതുകൂടി ആഡ് ചെയ്ത് ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കാം എത്രയായിരിക്കും വരേണ്ടത്. 2 lakh into 12%. ഒരിക്കലും എന്ത് ചെയ്യരുത്, അതിന് നമ്മൾ into 9/12 എന്ന് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാ? അവിടെ വരാനുള്ള ചാൻസ് അങ്ങനെ ചിന്തിക്കുക എന്നുള്ള. ജൂലൈ മുതൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ അങ്ങനെ ഏത് വരെ പോകും? മാർച്ച് വരെ പോകും. അതിന് ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, ഒരു വർഷം മുമ്പെയാണ് ആ ഫിഗർ വന്നിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം ഈ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് ആ ലോൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്നത് 2 lakh into 12%. 2 lakh into 12% എന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്ക് വരുന്നത്? ഇറ്റ് ഈസ് 24,000 അല്ലേ? 24,000. അടുത്ത ഏതാ വരുന്നത്? നെക്സ്റ്റ് വൺ, സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, subscription of a social club for the year ended 2023-24 appearing in the income and expenditure account is 87,000. നമ്മളോട് പറയാണ് സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുള്ളത് എത്രയാണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ തന്നിട്ടുള്ളത് 87,000 ആണ്. Ascertain the amount of subscription received during the year. നമ്മളോട് പറയുന്നത് എത്ര സബ്സ്ക്രിപ്ഷൻ കിട്ടി. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എവിടെ ഉള്ളതായിരിക്കും? റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലുള്ള സബ്സ്ക്രിപ്ഷൻ എത്രയാണ് ചോദിക്കുന്നത്. അതിന് വേണ്ടി ഇൻഫർമേഷൻസ് തന്നിട്ട് എന്തൊക്കെയാണ്? അരിയർ സബ്സ്ക്രിപ്ഷൻ ഓൺ 31 മാർച്ച് 23-24 ആകുമ്പോൾ 31 മാർച്ച് 23 എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പണിംഗ് ആണ് അല്ലേ? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് അരിയർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അരിയർ പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ദെൻ മാർച്ച് 31, 2024 ഇതെന്താണ്? ഈ വർഷം അവസാനിക്കുന്നത്. അത് ഈ വർഷത്തെ ക്ലോസിംഗ് ആണ്, ഈ വർഷത്തെ എൻഡിൽ ഉള്ളതാണ്. ദെൻ അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ, അഡ്വാൻസ് തന്നിട്ടുണ്ട് 31 മാർച്ച് 23 11,000, 31 മാർച്ച് 24. ആദ്യത്തത് ഓപ്പണിംഗ് ആണ്, രണ്ടാമത് എന്താണ്? 24 ക്ലോസിംഗ് ആണ്. ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ട് നമ്മളോട് പറയാണ് എന്ത് കണ്ടുപിടിക്കണം? എത്ര സബ്സ്ക്രിപ്ഷൻ കിട്ടി, അതായത് റെസീറ്റ് ആൻഡ് പേയ്മെന്റിൽ വരുന്ന എമൗണ്ട് എത്രയെന്ന്. അത് നമുക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഫോർമാറ്റ് അല്ലേ? ഫോർമാറ്റ് എന്താണ്? നമ്മൾ ആദ്യം എമൗണ്ട് ആസ് പെർ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ആ എമൗണ്ട് എടുക്കും. രണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് എഴുതും. ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് കറന്റ് ഇയർ അല്ലേ? അത് ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് പ്രീവിയസ് ഇയർ. പിന്നെ അഡ്വാൻസ് ഓഫ് കറന്റ് ഇയർ, അഡ്വാൻസ് ഓഫ് പ്രീവിയസ് ഇയർ. ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. രണ്ടാമത് ലെസ് ചെയ്യും അല്ലെ? പിന്നെ ലെസ് ചെയ്യും, ആഡ് ചെയ്യും. അങ്ങനെ അവസാനം നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ത്? എമൗണ്ട് ആസ് പെർ INT എന്ന് പറയുന്നത് അല്ലെ? ഇത് അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എമൗണ്ട് ആസ് പെർ INT എത്രയാണ് തന്നിട്ടുള്ളത് അല്ലെ? എത്ര നോക്കൂ. ആസ് പെർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് 87,000. 87,000 ആണ് എന്ത്? INT അക്കൗണ്ട് പ്രകാരമുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ തന്നിട്ടുള്ളത് നോക്കാം, ഓരോന്ന് നോക്കാം. അരിയർ സബ്സ്ക്രിപ്ഷൻ ഓൺ 31 മാർച്ച് 23. 31 മാർച്ച് 23 അരിയർ പറഞ്ഞാൽ ഓപ്പണിംഗ് ആണ് അല്ലേ? ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എത്ര ഉണ്ട്? 10,000 ഉണ്ട് അല്ലേ? അപ്പൊ അവിടെ നമ്മൾ നോക്കാം ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് പ്രീവിയസ് ഇയർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 10,000. ഈ 10,000 എന്തിനുള്ളതാണ്? ലെസ് ചെയ്യാനുള്ളതാണ് അല്ലേ? അപ്പൊ ലെസ്സിന്റെ സിമ്പിൾ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അടുത്ത എന്താണ്? ആൻഡ് 31 മാർച്ച് 2024 ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 12,000. ആ 12,000 ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് കറന്റ് ഇയർ അതിന് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ 12,000 ആഡ് ചെയ്യാനുള്ളത്
എഴുതി കൊടുക്കുന്നു. നെക്സ്റ്റ് അടുത്ത എന്തൊക്കെ പറഞ്ഞു? അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ഓൺ 31st March 2023, അഡ്വാൻസ് ഓഫ് പ്രീവിയസ് ഇയർ അല്ലേ, അതായത് പ്രീവിയസ് ഇയറിലെ അഡ്വാൻസിന് ഫോർ കറണ്ട് ഇയർ, ഈ വർഷത്തേക്കുള്ളത് അഡ്വാൻസ് ഓഫ് പ്രീവിയസ് ഇയർ തന്നിട്ടുണ്ട്. എത്രയാണ് എമൗണ്ട് വന്നിട്ടുള്ളത്? 11,000. അടുത്തതോ അഡ്വാൻസ് ഓഫ് കറണ്ട് ഇയർ 31st March 2024, ഈ വർഷം കിട്ടിയ അഡ്വാൻസ്, ദാറ്റ് മീൻസ് ഫോർ നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷത്തേക്കുള്ളത് 8,000 തന്നിട്ടുണ്ട്. ഇത്ര ഇൻഫർമേഷൻ കിട്ടിയിട്ട് നമ്മളോട് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ വരുന്ന ഈ എമൗണ്ട് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ ആഡ് ചെയ്യണം, ലെസ് ചെയ്തും ചെയ്തു പോകും അല്ലെ. ഇനി നമുക്ക് തിരിച്ചാ ചെയ്യേണ്ടത്. ഇവിടെ താഴെയുള്ള എമൗണ്ട് 5,000 തന്നിട്ടുണ്ട്, മുകളിലുള്ള എമൗണ്ട് ആണ് കിട്ടേണ്ടത് അല്ലേ. മുകളിലേക്ക് പോകണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഓപ്പോസിറ്റ് ചെയ്താൽ മതി. 87,000 ഇവിടെ ഈ പ്ലസ് 11,000 എന്ത് ചെയ്യുക? ഇതിന് മൈനസ് ചെയ്യുക. 8,000 ഇവിടെ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യാൻ ലെസ് ചെയ്യാനുള്ളതാണ് അല്ലേ, അതിനെന്ത് ചെയ്യുക? തിരിച്ച് ആഡ് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യാണ്? ലെസ് ചെയ്യാനുള്ള 10,000 എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. 12,000 ആഡ് ചെയ്യാനുള്ള എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. നേരെ തിരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? ഇറ്റ് ഈസ് ആൻസർ വരുന്നത് 82,000 ആയിരിക്കും അല്ലേ. 82,000. ഓക്കെ അല്ലേ? 82,000. Then ഒന്ന് ചെയ്ത് നോക്കാം, നമുക്ക് ഒന്ന് കൺഫേം ചെയ്യാനേ. കറക്റ്റ് അല്ലേ നോക്കാമെന്ന് ചെയ്ത് നോക്കാം കേട്ടോ. 82,000 എന്ത് ചെയ്യാം? ആൻസറിൽ 82,000 പ്ലസ് 12,000 മൈനസ് 10,000 മൈനസ് 8,000 പ്ലസ് 11,000. ഇറ്റ് ഈസ് 87,000. കറക്റ്റ് ആണ് അല്ലേ? Then 75. Income and expenditure account of a non-profit organization is by nature of. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏത് നാച്ചുറൽ ആണെന്നാണ് ചോദിക്കുന്നത്. അതായത് റിയൽ അക്കൗണ്ട് ആണ്, നോമിനൽ അക്കൗണ്ട് ആണ്, പേഴ്സണൽ അക്കൗണ്ട് ആണെന്നൊക്കെ ചോദിക്കുന്നത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്താ? ഇറ്റ്സ് എ നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. അടുത്ത 76. When life membership fee is treated as capital receipt, ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ എടുക്കുന്നതെങ്കിൽ ഇനി പറയുന്നതിൽ ഏതാ ശരി? എൻ്റെ എമൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ശരിയാണോ? അല്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ നാച്ചുറൽ മാത്രമേ എടുക്കുള്ളൂ അല്ലേ. എൻ്റെ എമൗണ്ട് ഈസ് റെക്കോർഡ് ആസ് പേയ്മെന്റ്സ് ഇൻ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. എല്ലാ എമൗണ്ട് നമ്മൾ കിട്ടിയത് മുഴുവൻ പേയ്മെന്റ് സൈഡിലാണ് കാണിക്കുക. ഇത് റെസീപ്റ്റ് അല്ലേ, പിന്നെ പേയ്മെന്റ് സൈഡിൽ കാണിക്കുന്നത്. അപ്പൊ അതും തെറ്റാണ്. എൻ്റെ എമൗണ്ട് ഈസ് ആഡഡ് ടു ക്യാപിറ്റൽ ഫണ്ട് ഇൻ ബാലൻസ് ഷീറ്റ്. ശരിയല്ലേ? ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടെ ആഡ് ചെയ്ത് കാണിക്കുക ചെയ്യേണ്ടത്. Then none of the above. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 77. Provision for discount on debtors is created only on. Provision for discount on debtors is created only on. പ്രൊവിഷൻ ഏത് എമൗണ്ടിലെ ഡിസ്കൗണ്ടിലെ എമൗണ്ട് പ്രൊവിഷൻ ആട്ടോ. ഏതിലാ ക്രിയേറ്റ് ചെയ്യുക? നമുക്ക് ആദ്യം ഡെറ്റേഴ്സ് നമ്മൾ ബാഡ് ഡെപ്റ്റ്, ഫർദർ ബാഡ് ഡെപ്റ്റ് കുറക്കൂല്ലേ, അത് കഴിഞ്ഞിട്ടുള്ള കിട്ടുന്ന എമൗണ്ടിലാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് കാണുക. അതും കുറച്ച് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിലാണ് എന്ത് ചെയ്യുക? പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് കാണുക. അപ്പൊ നമുക്ക് ഏത് ആൻസർ? ഇൻസ്റ്റാൾമെന്റ് ഡെറ്റേഴ്സ് അല്ല, ടോട്ടൽ ഡെറ്റേഴ്സ് അല്ല, ബാലൻസ് ഓഫ് ഡെറ്റേഴ്സും അല്ല, ടോട്ടൽ ഡെറ്റേഴ്സ് ആഫ്റ്റർ പ്രൊവൈഡിങ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ്. ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then 78. Jago purchased goods of ₹80,000 for cash at 10% trade discount and 5% cash discount. Purchase account to be debited by. ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് 80,000 ഗുഡ്സ്, വാല്യൂള്ള ഗുഡ്സ് വാങ്ങാം, 10% ട്രേഡ് ഡിസ്കൗണ്ട് ആണ്.
ട്രേഡ് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യണ്ട, നമ്മൾ അത് കഴിഞ്ഞിട്ട് നെറ്റ് എമൗണ്ട് കാണിച്ചാൽ മതി അല്ലേ. 80,000 അതിന് ലെസ് 10%, അതിന്റെ 10% പറഞ്ഞാൽ എത്രയാണ് 8,000 അല്ലേ. 8,000 കുറഞ്ഞു കിട്ടും 8,000. പിന്നെ എത്ര രൂപക്കാ വാങ്ങുന്നത് 72,000. അപ്പൊ 72,000 ആണ് നമ്മൾ പർച്ചേസ് കാണിക്കേണ്ടത്. അപ്പൊ ഈ 5%ഓ 5% നമ്മൾ ഡിസ്കൗണ്ടിൽ കാണിക്കണം അല്ലേ. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ട ചോദിച്ചില്ല. പർച്ചേസ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് ബൈ 72,000. അപ്പൊ നമുക്ക് ജേർണൽ എൻട്രി നോക്കാന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാ, അതിന്റെ ജേർണൽ എൻട്രി നമുക്ക് ഇവിടെ നിന്ന് എഴുതി നോക്കാം കേട്ടോ. ജേർണൽ എൻട്രി ഇങ്ങനെ ആയിരിക്കും, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു, അപ്പൊ തന്നെ ക്യാഷ് കൊടുക്കുന്നത് 5% ഡിസ്കൗണ്ട് കിട്ടുന്നത് അല്ലേ. ടു ക്യാഷ് അക്കൗണ്ട് ആൻഡ് ടു ഡിസ്കൗണ്ട് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് 72,000, ക്യാഷ് എത്ര കൊടുക്കുക, ക്യാഷ് നമുക്ക് ഈ ഡിസ്കൗണ്ട് 5% കിട്ടും അല്ലേ. ദാറ്റ് മീൻസ് 72,000 into 5%, ഐ തിങ്ക് ഇറ്റ് ഈസ് 3,600 ആവും. ബാക്കി 68,400 കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയായിരിക്കും ജേർണൽ എൻട്രി വരിക. ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. നമ്മളോട് ആൻസർ ചോദിച്ചുള്ളത് 72,000 ആണ് പർച്ചേസിൽ ഡെബിറ്റ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അടുത്ത് നോക്കാം നമുക്ക് 79. Goods purchased from Logesh Limited but wrongly entered in the sales return book. Sales return book. After rectification of error, the result will be. നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, ആരുടെ കയ്യിൽ നിന്നാ, ലൊക്കേഷന്റെ കയ്യിൽ നിന്ന് അല്ലേ. അത് ശരിക്കും എവിടെ എഴുതേണ്ടത്, പർച്ചേസ് ബുക്ക്. പർച്ചേസ് ബുക്ക് ആണെങ്കിൽ എക്സ്പെൻസ് വരേണ്ടതാണ് അല്ലേ. അത് എന്നാൽ അതെന്ത് ചെയ്തു, റോങ്ലി എൻറ്റേർഡ് ഇൻ ദ സെയിൽസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേണിലേക്ക് അത് കൊണ്ടുപോയി എഴുതി. തെറ്റായിട്ട് സംഭവിച്ചത് സെയിൽസ് റിട്ടേണിലേക്ക്. പിന്നീട് അത് തിരുത്തി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പ്രോഫിറ്റിനെ ബാധിക്കുക ചോദിക്കുന്നത്. എടാ, ഒരു എക്സ്പെൻസ് എന്നുള്ളത് ശരിക്കും എന്താണ്, പ്രോഫിറ്റിനെ കുറക്കുന്ന കാര്യമാണ് അല്ലേ. സെയിൽസ് റിട്ടേൺ എന്താണ് അല്ലെ, പർച്ചേസ് പ്രോഫിറ്റിനെ കുറക്കുന്നതാണ്. സെയിൽസ് റിട്ടേൺ എന്താണ്, പ്രോഫിറ്റിനെ കുറക്കുന്ന. ഒരു പ്രോഫിറ്റ് കുറക്കുന്ന മറ്റൊരു പ്രോഫിറ്റ് കുറക്കുന്ന ഒരു ഭാഗത്ത് കൊണ്ടുപോയി എഴുതി. അത് തിരിച്ച് എഴുതിയാലും വല്ല മാറ്റം വരാൻ പോകുന്നുണ്ടോ അല്ലേ. എന്ന് നേരെ മറിച്ച് ഇത് സെയിൽസിൽ കൊണ്ടുപോയി എഴുതി എന്ന് വിചാരിക്കുക. സെയിൽസ് റിട്ടേൺസിന് പകരം സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് ഇല്ലാത്ത സെയിൽസ് കൂടിക്കിടക്കുകയായിരിക്കും. അങ്ങനെ അത് തിരിച്ചെഴുതുമ്പോൾ പഴയ പ്രോഫിറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ, ഇല്ല. സെയിൽസ് റിട്ടേണിൽ കൊണ്ട് എഴുതി അത് തിരുത്തിയാലും പ്രോഫിറ്റ് എന്ത് ചെയ്യില്ല, ഒരു മാറ്റം ഉണ്ടാവില്ല. നോ എഫക്ട് ഓൺ ഗ്രോസ് പ്രോഫിറ്റ് എന്നായിരിക്കും നമുക്ക് ആൻസർ വരിക. നോ എഫക്ട് ഓൺ ഗ്രോസ് പ്രോഫിറ്റ്. 80th question. Software account is a software account. നമ്മളൊരു കമ്പനി സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്ത് അവർക്ക് സോഫ്റ്റ്വെയറിൽ റൈറ്റ് ഉണ്ടാവുന്നതാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ആ സോഫ്റ്റ്വെയർ നമ്മുടെ അസറ്റ് ആയിട്ടാണ് മാറുന്നത്. ആ അസറ്റ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, റിയൽ അക്കൗണ്ട് ആണ് അല്ലേ. റിയൽ അക്കൗണ്ട്. പക്ഷെ ഇത് ടാഞ്ചിബിൾ ആണോ ഇൻടാഞ്ചിബിൾ ആണോ, സോഫ്റ്റ്വെയർ എന്നുള്ളത് നമുക്ക് ടാഞ്ചിബിൾ ആയിട്ട് ഫിസിക്കൽ എക്സ്റ്റൻസ് ഉണ്ടോ, ഇല്ല. അതുകൊണ്ട് ഇൻടാഞ്ചിബിൾ ആണ്, ഇൻടാഞ്ചിബിൾ റിയൽ അക്കൗണ്ട്. Then 81. Which one of the following account is not open in the books of consignor? കൺസൈനറുടെ ബുക്കിൽ ഓപ്പൺ ചെയ്യാത്തത് നമുക്ക് കൺസൈൻമെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണ്. ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണ്. കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ബി ഓപ്പൺ ചെയ്യാറുണ്ടോ. കമ്മീഷൻ അക്കൗണ്ട് ഇല്ല അല്ലെ. കമ്മീഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യില്ല. കമ്മീഷൻ എന്നുള്ളത് ഓപ്പൺ ചെയ്യാറില്ല നമ്മൾ കൺസൈൻമെന്റിന്റെ ഭാഗമായിട്ട്. അത് ആരാ ഓപ്പൺ ചെയ്യുക, കൺസൈനി വേണമെങ്കിൽ കമ്മീഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും അല്ലെ. കൺസൈനർക്ക് അതിന്റെ ആവശ്യമില്ല. 82. Which one of the following statement is true? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നാ ചോദിക്കുന്നത്. ജോയിന്റ് വെഞ്ചർ ഫോളോസ് ദ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ശരിയാണോ. ജോയിന്റ് വെഞ്ചർ ഒരുപാട് വർഷം ഉണ്ടാവോ, ഇല്ലല്ലോ, പെട്ടെന്ന് അവസാനിക്കുമ്പോൾ ഇത് ശരിയല്ല. അക്കൗണ്ടിങ് is considered with both monetary and non monetary transaction. അക്കൗണ്ടിൽ മോണിറ്ററി നോൺ മോണിറ്ററി കൺസിഡർ ചെയ്യുന്ന പറയുന്നത് ആണോ, ഇല്ല. മോണിറ്ററി മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ ഇതും തെറ്റാണ്. കമ്പാരബിലിറ്റി is one of the accounting concept. അക്കൗണ്ടിങ് കോൺസെപ്റ്റ് കമ്പാരബിലിറ്റി പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ, ഇല്ലല്ലോ. കമ്പാരബിലിറ്റി എന്നുള്ളത് അതിന്റെ ഫീച്ചർ ആയിട്ട് വേണമെങ്കിൽ പറയാം. നമുക്ക് അതിന് ഒരിക്കലും അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. സോ ഇതും തെറ്റാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പാർട്ട് ഓഫ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിന്റെ പാർട്ടല്ലേ. നമ്മൾ ആ അക്കൗണ്ടിങ് സൈക്കിൾ പറയുമ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റ് വരുന്നുണ്ട് അല്ലേ. സോ അത് അക്കൗണ്ടിങ്ങിന്റെ പാർട്ട് ആണ്. അപ്പൊ ഡി ആണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 83. Manager is entitled to a commission of 2% on profits after deducting this commission. If the profit before charging commission as well as interest on capital of rupees 6,000
are rupees 1,08,000, then managers commission will be. നമ്മളോട് പറയാം മാനേജേഴ്സിന് കമ്മീഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. മാനേജർക്ക് എങ്ങനെ കമ്മീഷൻ കിട്ടുക? ഇപ്പോഴുള്ള പ്രോഫിറ്റ് ഉണ്ട് 1,08,000, അതിന്റെ മുകളില് പക്ഷെ ഇൻട്രസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, അപ്പൊ അതുകൂടി കുറയില്ലേ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൂടി കുറയും. ഇങ്ങനെ കിട്ടുന്ന ഈ എമൗണ്ടില് 2% എങ്ങനെയുള്ള കമ്മീഷൻ ആണ്? ആഫ്റ്റർ ഡിഡക്റ്റിംഗ്. നമ്മൾ ബിഫോർ ഡിഡക്റ്റിംഗ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് പഠിച്ചു അല്ലെ. ബിഫോർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 100 എന്ന് മാത്രമേ എഴുതുള്ളൂ, ഡിവൈഡ് ബൈ അല്ലെ. പക്ഷെ ആഫ്റ്റർ ആണെങ്കിലോ 100 + 2 അല്ലെ, 100 + ആ കമ്മീഷൻ 2, അതായത് 102 ഇൻറ്റു 2% കമ്മീഷൻ, അപ്പൊ ഇൻറ്റു 2 എന്ന് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്രയായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക? ആൻസർ എത്രയാണ് ഒന്ന് ചെയ്ത് നോക്കാം. ഐ തിങ്ക് ഇറ്റ് ഈസ് 2000 അല്ലെ, 2000 ആണ് വരുന്നുണ്ടാവുക. 1,08,000 മൈനസ് 6,000 ഡിവൈഡ് ബൈ 102 ഇൻറ്റു 2 കേട്ടോ. ഒന്നുകൂടി ഞാൻ കൺഫേം ചെയ്തോട്ടെ. 1,08,000 മൈനസ് 6,000 ഡിവൈഡ് ബൈ 102 ഇൻറ്റു 2. ഓക്കെ, it is 2000 തന്നെ കേട്ടോ ആൻസർ. 84. Question number 84. Subscription received during the year rupees 70,000. Subscription outstanding at the beginning of the year 7,000. Income from subscription shown as rupees 75,000. Income from subscription was shown as rupees 75,000. What amount will be shown as subscription outstanding at the end of the year? ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഈ വർഷം കിട്ടിയത് പറഞ്ഞാൽ എവിടെ ഉള്ളതാണ്? റെസീറ്റ് ആൻഡ് പേയ്മെന്റിൽ ഉള്ളതാണ്. ബിഗിനിങ് ഓഫ് ദി ഇയർ ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട്. അതേപോലെ ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ, ഇൻകം എവിടെ കാണിക്കാം? അയ്യാൻഡിയിൽ കാണിക്കുന്ന എമൗണ്ട് ഇതാണ്. നേരത്തെ ചെയ്ത അതേ ഫോർമാറ്റിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഫോർമാറ്റിൽ ജസ്റ്റ് വേണ്ടതൊക്കെ ഒന്ന് വായിച്ചോളാം അല്ലേ. Just a second കേട്ടോ. ഓക്കെ, തന്നിട്ടുള്ള എമൗണ്ടുകൾ ഏതൊക്കെയാണ് നമുക്ക് ഓരോന്നെടുത്ത് എഴുതാം. അത് തന്നിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ റിസീവ് ഡ്യൂറിങ് ദ ഇയർ ഏതിലായിരിക്കും? റെസിറ്റ് ആൻഡ് പേയ്മെന്റ് എമൗണ്ട് അല്ലേ, 70,000 ആണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ, ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഔട്ട്സ്റ്റാൻഡിങ്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഓഫ് പ്രീവിയസ് ഇയർ അല്ലേ, എത്രയായിരുന്നു? 7,000. ഔട്ട്സ്റ്റാൻഡിങ് ഓഫ് പ്രീവിയസ് ഇയർ 7,000. ലെസ് ചെയ്യാനാണ്, അപ്പൊ ലെസ് ചെയ്യാൻ എഴുതി വെച്ചു. നെക്സ്റ്റ് ഏതായിരിക്കും വരിക? ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ വാസ് ഷോൺ 75,000. ഇൻകം എന്ന് പറഞ്ഞാൽ അയ്യാൻഡിയിൽ കാണിക്കുന്നത് 75,000 ആണ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ഏതാ ക്വസ്റ്റ്യനില്? വാട്ട് എമൗണ്ട് വിൽ ബി ഷോൺ ആസ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, ഔട്ട്സ്റ്റാൻഡിങ് ഓഫ് കറന്റ് ഇയർ. ഇവിടെ വരുന്ന എമൗണ്ട് ഏതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? 70,000 കൂടെ ഒരു എമൗണ്ട് കൂട്ടുന്നു, അതിന് 7,000 കുറക്കുന്നു, അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? 75,000 കിട്ടുന്നു. അപ്പൊ ഇവിടെ കൊടുക്കുന്ന എമൗണ്ട് ഏതായിരിക്കുന്ന, അപ്പൊ ഇവിടെ ഏതായിരിക്കും എമൗണ്ട് വരിക നോക്കാം. ഇവിടുന്ന് വരാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം: 70,000 പ്ലസ് എക്സ് മൈനസ് 7,000 ഈസ് ഇക്വൽ ടു 75,000. ഈ എക്സിനെ മാത്രം ഇവിടെ നിർത്തുക അല്ലെ, എക്സിനെ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ 75,000, ഈ 70,000 അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? അത് ഇവിടെ പ്ലസ് ഉള്ളത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും അല്ലെ, മൈനസ് 7,000. 70,000 മൈനസ് 70,000. ഈ മൈനസ് 7,000 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പ്ലസ് 7,000 ആവും, പ്ലസ് 7,000. അപ്പൊ നമുക്ക് വരുമ്പോൾ 5,000 പ്ലസ് 7,000 ഇറ്റ് ഈസ് 12,000. ഇവിടെ നമുക്ക് 12,000 ആയിരിക്കും വരുന്നുണ്ടാവും ആൻസർ, 12,000. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ അക്കൗണ്ട് മോഡലായിട്ടും എഴുതാൻ പറ്റും. ഇവിടെ 12,000 കിട്ടിയതിന് അക്കൗണ്ട് ആയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സബ്സ്ക്രിപ്ഷൻ നമ്മുടെ ഇൻകം അല്ലെ, ഇൻകത്തിന് റഫ് ആയിട്ടൊരു അക്കൗണ്ട്, ടി ഫോർമാറ്റ് അക്കൗണ്ട് കൊടുക്കുക. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ഈ വർഷം
എന്തായിട്ട് കിട്ടിയത്? സബ്സ്ക്രിപ്ഷൻ റിസീവ് ഡ്യൂറിംഗ് ദ ഇയർ. സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് എഴുതണം കേട്ടോ. സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് റിസീവ് ഡ്യൂറിംഗ് ദ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ബൈ ക്യാഷ് അക്കൗണ്ട് അല്ലെ. ബൈ ക്യാഷ് അക്കൗണ്ട് ക്യാഷ് എത്ര കിട്ടി? 70,000, 70,000 കിട്ടി. പിന്നെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. ഔട്ട്സ്റ്റാൻഡിങ് ഓഫ് ബിഗിനിങ് ഓഫ് ദ ഇയർ ആ വർഷത്തെ അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും അല്ലെ. അപ്പോൾ അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബാലൻസ് ബ്രോ ഡൗൺ ടു ബാലൻസ് ബ്രോ ഡൗൺ ഇറ്റ് ഈസ് 7,000. Then next ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ. ഇൻകത്തെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകും അല്ലെ. എൻട്രി എന്താണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ക്രെഡിറ്റ് സൈഡിലേക്ക് പോകും. അപ്പൊ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് എൻറ്റർ ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ടു IND ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എത്രയാണ് പോയിട്ടുള്ളത്? 75,000. ഇത്ര ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ തന്നു. ഇനി നമുക്ക് ഇതിനോട് ചോദിച്ചിട്ടുള്ളത് ഏതാ? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ അല്ലെ. അപ്പൊ അതായത് ഈ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ 75 പ്ലസ് 7 ദാറ്റ് ഈസ് 82,000. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? 82,000 കിട്ടണം. എത്രയാണ് ഇവിടെ മിസ്സിംഗ് ഫിഗർ? 12,000. ഇതാണ് ഇതിന്റെ ക്ലോസിംഗ് ബാലൻസ് ബൈ ബാലൻസ് ക്യാരിഡ് ഔട്ട് അല്ലെ. ആ ബാലൻസ് അതായത് ഔട്ട്സ്റ്റാൻഡിങ് ആ വർഷത്തെ എൻഡിങ്ങിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് 12,000 ആണ്. ഓപ്ഷനിൽ എ ആയിരിക്കും റൈറ്റ് ആൻസർ വരിക കേട്ടോ. ഈ 85 ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് തന്നിട്ടുണ്ട് 25. ചെക്ക് ഇഷ്യൂഡ് വർത്ത് ₹9,090 ബട്ട് റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക് ആസ് 9,900. ഫൈൻഡ് ദ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. BRS ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ BRS ചെയ്യുന്നത് വളരെ എളുപ്പമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മിറർ കോപ്പി മെത്തേഡ് ഒക്കെ അല്ലേ. അപ്പൊ ഇവിടെ എന്തായാലും നമുക്ക് ബാലൻസ് മുഴുവൻ കാണണം. അപ്പൊ ആദ്യം BRS സ്റ്റേറ്റ്മെന്റിൽ മുഴുവൻ ഞാൻ എഴുതുന്നില്ല കേട്ടോ. ബാലൻസ് ആസ് പെർ ഏതാ തന്നിട്ടുള്ളത്? സ്റ്റാർട്ടിംഗ് പോയിന്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് PB എഴുതുന്നു. ഏത് ബാലൻസാ? ക്രെഡിറ്റ് ബാലൻസ്. ക്രെഡിറ്റ് ബാലൻസ് എത്ര തന്നിട്ടുള്ളത്? 25,000. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളതുണ്ട്. ആഡ് ലെസ്. ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടണം? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് കിട്ടണം. ഇതായിരുന്നു നമ്മൾ പഠിച്ച ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്കറിയാം ഇത് ആഡ് ലെസ് ചെയ്യണമെങ്കിൽ മിറർ കോപ്പി വേണം അല്ലേ. മിറർ MC കോപ്പി കേട്ടോ. മിററും കോപ്പി നമ്മൾ എഴുതി വെച്ചു. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണ്? പാസ്ബുക്ക് ആണ്. പാസ്ബുക്ക് എവിടെ നിൽക്കേണ്ടത്? ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞാൽ ഫേവറബിളാ, അതുകൊണ്ട് മിററിൽ നിൽക്കണം. പാസ്ബുക്കിനെ ഞാൻ മിററിൽ നിർത്തി. ക്യാഷ് ബുക്ക് എവിടെയാണ്? കോപ്പിയിലാണ് അല്ലേ. കോപ്പി അത് കംപ്ലീറ്റ് ആയി എഴുതാം കേട്ടോ. മിറർ കോപ്പി, ക്യാഷ് ബുക്ക് കോപ്പിയിൽ നിന്നും. ഇനി എന്താ ഇവിടെ മിസ്റ്റേക്ക് തന്നുള്ളത്? ചെക്ക് ഇഷ്യൂഡ് വർത്ത് ₹9,090. 9,090 ചെക്ക് കൊടുത്തു. ആ ചെക്ക് കൊടുത്ത് എന്താ സംഭവിച്ചിട്ടുള്ളത്? അതിന് എവിടെ കൊണ്ടുപോയി എഴുതി? ക്യാഷ് ബുക്കിൽ എങ്ങനെ എഴുതി? ക്യാഷ് ബുക്ക് റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക് ആസ് 9,900. അത് ക്യാഷ് ബുക്കിലേക്ക് 9,900 ആയിട്ട് എഴുതിയത്. 9,090 തന്നെ എഴുതിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, അതിനേക്കാൾ വലിയ എമൗണ്ട് ആയിട്ടാണ് എഴുതിയത്. അപ്പൊ എന്താ സംഭവിച്ചത്? ഒരു 810 rupees കൂടുതലായിട്ട് വന്നു അല്ലെ. 810 rupees കൂടുതൽ കൊടുത്തതായിട്ട് എഴുതിയിട്ടുണ്ട് ക്യാഷ് ബുക്കിൽ. അപ്പൊ ഇതാണ് ഇവിടെ പ്രശ്നം വന്നിട്ടുള്ളത്. ഒരു 810 രൂപയുടെ ഡിഫറൻസ്, അതല്ലാതെ ഡിഫറൻസ് ഉണ്ടോ? മുഴുവൻ എമൗണ്ട് ഡിഫറൻസ് ഇല്ല. എവിടെയാ പ്രശ്നം വന്നിട്ടുള്ളത്? ക്യാഷ് ബുക്കിലാണ് അല്ലെ. ക്യാഷ് ബുക്കിലാണ് എമൗണ്ട് വന്നിട്ടുള്ളത്. ക്യാഷ് ബുക്കിൽ ആ തെറ്റ് വന്നത് കൊണ്ട് എമൗണ്ട് കൂടുകയാണോ കുറയുകയോ ചെയ്തത്? 810 രൂപ അധികം കൊടുത്തതായിട്ട് കാണിക്കുമ്പോൾ ബാലൻസ് എന്ത് ചെയ്യും? കുറയും അല്ലെ. ബാലൻസ് കുറഞ്ഞ് കാണിക്കുന്നത് മൈനസ് ചെയ്തു. മുകളിൽ നോക്കുമ്പോൾ എന്താ? കോപ്പി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അതിന് അതേപോലെ മിറർ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്യണം ലെസ്. അപ്പൊ ലെസ്സിന് വന്നിട്ട് നമ്മൾ എന്ത് എഴുതണം? ലെസ്സില് ആ എമൗണ്ട് അല്ലെ. ചെക്ക് ഇഷ്യൂഡ് റോങ്ലി റെക്കോർഡ് മുഴുവൻ എഴുതുന്നില്ല കേട്ടോ. ചെക്ക് ഇഷ്യൂഡ് റോങ്ലി റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ആ 810 rupees എന്ത് ചെയ്യണം? അവിടെ ലെസ് ചെയ്യണം. അപ്പൊ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് കിട്ടും. 25,000 ആയിരുന്നു അല്ലെ. 25,000 മൈനസ് 810 എത്ര വരുന്നുണ്ട് നമുക്ക് ബാലൻസ്? ഇറ്റ് ഈസ് 24,190. 24,190. ഇനി ഇത് എന്ത് ബാലൻസ് ആയിരിക്കും? മുകളിൽ നമുക്ക് ക്രെഡിറ്റ് വെച്ച് തുടങ്ങി, താഴത്തെ പോസിറ്റീവ് ഫിഗർ എന്നല്ലേ, നെഗറ്റീവ് അല്ലല്ലോ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഡെബിറ്റ് ബാലൻസ് ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് ബാലൻസ് ആണ് 2490 എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഇനി അങ്ങോട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. കോസ്റ്റ് അക്കൗണ്ടിങ് CIS 6 നമ്മൾ പഠിച്ചത് ഉണ്ടാവും അല്ലേ.
ഓരോ സ്റ്റോറി മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഇറ്റ് ഈസ് മെറ്റീരിയൽ കോസ്റ്റ് അല്ലേ? മെറ്റീരിയൽ കോസ്റ്റ് ആണ് CS6 വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് is not a cost unit applicable for service sector. സർവീസ് സെക്ടർ എന്നുള്ളത് പറ്റാത്ത, ഇപ്പൊ ട്രാവലിങ് അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ എന്താണ് സർവീസ് അല്ലേ, അവർക്കൊന്നും പറ്റാത്ത രീതിയിലുള്ള കോസ്റ്റ് യൂണിറ്റ് ഏതാ ചോദിച്ചത്. പാസഞ്ചർ കിലോമീറ്റർ നമ്മൾ ട്രാവലിങ് ബസ് അതുപോലെ ട്രാവലിങ് ട്രെയിനൊക്കെ പറ്റുന്നതാണ്, ഓപ്പറേറ്റിംഗ് ആണ്, അപ്പൊ അവർക്ക് പറ്റുന്നതാണ്. 10 കിലോമീറ്റർ ഈ ലോഡൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികളാണെങ്കിൽ അവർക്ക് അത് സർവീസ് ആണ് 10 കിലോമീറ്റർ. റൂം പെർ ഡേ, അതായത് ഈ ഹോട്ടല് അതിൽ റൂമുകൾ കൊടുക്കുന്ന ലോഡ്ജ് അവർക്കൊക്കെ പറ്റുന്നതാണ് അല്ലേ, റൂം പെർ ഡേ. ക്യൂബിക് ഫീറ്റ് എന്ന് പറഞ്ഞ നമ്മൾ അടി ആ കണക്കൊക്കെ സർവീസിന് പറ്റുന്നതാണോ? അല്ല. അപ്പൊ ഇതില് ഒറ്റപ്പെട്ട് നിൽക്കുന്നതെങ്കിൽ സർവീസ് സെക്ടറിന് പറ്റാത്ത ഏതാണ്? ക്യൂബിക് ഫീറ്റ് ആണ്. 88. Which method of costing appropriate for ready-made garments industry? റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ഒരുപാടെണ്ണം ഒരേപോലെ ഉണ്ടാക്കുന്നതാണ് അല്ലെ, ഒരു കൂട്ടം ഒരുമിച്ച് ഉണ്ടാക്കുന്നതാ. അപ്പൊ ഏതാ പറ്റുക? ഇറ്റ് ഈസ് ബാച്ച് കോസ്റ്റിംഗ്. ബാച്ച് കോസ്റ്റിംഗ് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ദ അപ്രോപ്രിയേറ്റ് കോസ്റ്റ് യൂണിറ്റ് ഫോർ ചാർജബിൾ ഹവേഴ്സ് ഡാഷ് യൂണിറ്റ് ഫോർ ഡാഷ് ഫോർ ഏത് ഭാഗത്തിന് ഏത് ഇൻഡസ്ട്രിക്കാണ് ഏത് പറ്റുന്നത്? ചാർജബിൾ ഹവേഴ്സ് കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നതാണ്. അത് നമുക്ക് പവർ ഹൗസിന് കിലോ വാട്ട് പെർ അവർ എന്നൊക്കെ വരും അല്ലെ. ഹോട്ടലാണെങ്കിൽ എന്താ? റൂം പെർ ഡേ. ഹോസ്പിറ്റൽ ആണെങ്കിൽ പേഷ്യന്റ് പെർ ബെഡ് അല്ലെ, അങ്ങനെ വരാറുള്ളത്. ഓഡിറ്റ് ഫേം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത്ര ഹവേഴ്സിന് എന്ന് പറഞ്ഞിട്ട് എടുക്കാം അല്ലെ. ഓഡിറ്റ് ഫേമിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് വരുന്നത്. 90. ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലിക്കബിൾ ഫോർ ഹോസ്പിറ്റൽസ് ഈസ് ഡാഷ് കോസ്റ്റിംഗ്. ഹോസ്പിറ്റലുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റിംഗ് മെത്തേഡ് ഏതാണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം സർവീസ് സെക്ടറിന് ഏതാണുള്ളത്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ് അല്ലെ. ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. GAAP ജനറലി അക്സെപ്റ്റഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, അതിന്റെ എക്സ്പാൻഷൻ ആണ്. ജനറലി അക്സെപ്റ്റഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ബി. ദെൻ അടുത്തത് 92. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഫാക്ടറി റെന്റ് given that prime cost is rupees 6,50,000, work cost is 200% of prime cost, depreciation on plant is 2,50,000 and power and fuel is 1,70,000. കോസ്റ്റ് ഷീറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിനകത്തുള്ളത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത്. ആദ്യം പ്രൈം കോസ്റ്റ് തന്നിട്ടുണ്ട്. പ്രൈം കോസ്റ്റ് പിന്നെ ഏതാ തന്നിട്ടുള്ളത്? ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റിൽ വർക്ക് കോസ്റ്റ് തന്നിട്ടുണ്ട്. നമുക്കറിയാം പ്രൈം കോസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ആ പ്രൈം കോസ്റ്റിനോട് കൂടെ എന്ത് ആഡ് ചെയ്യണം? ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യണം അല്ലെ. ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, ആഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഇത് നമുക്ക് തന്ന വാല്യൂസ് ഒക്കെ ഒന്ന് എടുത്തെഴുതാം. പ്രൈം കോസ്റ്റ് 6,50,000 പ്രൈം കോസ്റ്റ് തന്നിട്ടുണ്ട്. വർക്ക് കോസ്റ്റ് എന്നുള്ളത് 200% ഓഫ് പ്രൈം കോസ്റ്റ്. അപ്പൊ വർക്ക് കോസ്റ്റ് 6,50,000 into 200%. ദാറ്റ് മീൻസ് നമുക്ക് എത്ര വരുന്നുണ്ട്? ഇറ്റ് ഈസ് 13 lakh എന്ന് വരും അല്ലെ. 13 lakh ആണ്. അതായത് ഈ എമൗണ്ടിന് 200% കേട്ടോ. ഇതാണ് 200% ഓഫ് പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത് നോക്കാം, ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ്. ഡിപ്രീസിയേഷൻ ഏതിൽ വരുന്നതാണ്? ഫാക്ടറി ഓവർഹെഡിൽ വരുന്നതാണ് അല്ലേ. ഡിപ്രീസിയേഷൻ എത്രയായിരുന്നു? ഇറ്റ് ഈസ് 2,50,000. 2,50,000. ദെൻ നെക്സ്റ്റ് അടുത്തതായിരിക്കും പവർ ആൻഡ് ഫ്യൂവൽ അല്ലേ. പവർ ആൻഡ് ഫ്യൂവൽ വന്നിട്ടുള്ളത് 1,70,000. ഇനി നമ്മോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? റെന്റ് അല്ലെ. ഫാക്ടറി റെന്റ് കാണാനാ പറഞ്ഞത്. ഫാക്ടറി റെന്റ് ഏതിൽ വരുന്നതാണ്? ഫാക്ടറി ഓവർഹെഡിൽ വരുന്നതാണ്. അപ്പൊ റെന്റ് കൂടി ഇവിടെ വരണം. ഫാക്ടറി റെന്റ് കൂടി അതിൽ വരണം. അതെല്ലാം കൂടി കൂടിയിട്ട് നമുക്ക് എന്ത് വേണം? 6,50,000 കൂടെ ഇവിടെ ആഡ് ചെയ്യണം. ഈ ആഡ് ചെയ്തിട്ട് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസും ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസും ഒന്നും തന്നിട്ടില്ല. അതുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 13 lakh എന്ന് കിട്ടണം. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി എത്ര വേണ്ടത്? 6,50,000 ആണ് വേണ്ടത്. ഈ രണ്ടെണ്ണം കൂട്ടി എത്ര വരുന്നുണ്ട് നോക്കാം. ഈ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാല് 2,50,000 പ്ലസ് 1,70,000
4,20,000 ആണ്. രണ്ടെണ്ണം കൂടി ആഡ് ചെയ്താൽ വരുന്നത്. എല്ലാം കൂടി ആഡ് ചെയ്ത് എത്ര വരണം? 6,50,000. അപ്പൊ ബാക്കിയുള്ളത് എന്തായിരിക്കും? റെന്റ് ആയിരിക്കും. അപ്പൊ എത്രയാണ് വരുന്നത്? 6,50,000 മൈനസ് 4,20,000. ഇറ്റ് ഈസ് 2,30,000. 2,30,000 വന്നാൽ അതെന്ത് ചെയ്യുന്നത്? കറക്റ്റ് ആവുന്നത് അല്ലേ? 2,30,000 വന്നു കഴിഞ്ഞാൽ 6,50,000 കറക്റ്റ് ആവും. അത് രണ്ടും കൂടി എന്താവും? വർക്ക് കോസ്റ്റ് 13 lakh ആവും. അപ്പൊ ആൻസർ സി ആവും, 2,30,000. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിലോ 93. Which of the following items is or are not included in cost sheet? കോസ്റ്റ് ഷീറ്റിൽ വരാത്തത് ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് പലരും പല രീതിയിൽ ആൻസർ ചെയ്തതായിട്ട് പറഞ്ഞു. നമ്മൾ ടെക്സ്റ്റ് നോക്കി തന്നെ വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് മനസ്സിലാവും. ടെക്സ്റ്റ് കോസ്റ്റ് ഷീറ്റ് തന്ന ഫോർമാറ്റിൽ അതേ കാര്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ, അതിൽ ഇല്ലാത്ത ഒന്നും ചോദിച്ചിട്ടില്ല. നമുക്കൊരു ഡൊണേഷൻ ഒരിക്കലും എന്ത് ചെയ്യില്ല? കോസ്റ്റ് ഷീറ്റിൽ വരില്ല. ഡൊണേഷൻ കോസ്റ്റ് ഷീറ്റ് വരാത്തത്. ഈ പലരും കളക്ഷൻ എക്സ്പെൻസ് ഓഡിറ്റ് ഫീ ഒന്നും വരില്ല എന്ന് ധരിച്ചു വെച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കളക്ഷൻ എക്സ്പെൻസ് എന്നുള്ളത് നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിന്റെ ഭാഗമായിട്ട് എടുക്കുന്നതാണ്. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് തിരിച്ച് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വരുന്ന എക്സ്പെൻസുകൾ കോസ്റ്റ് ഷീറ്റിന്റെ ഭാഗമായിട്ട് എടുക്കുന്നതാണ്. ഓഡിറ്റ് ഫീ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഓവറായിട്ടിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇതിൽ ഏത് മാത്രമാണ് നോട്ട് ഇൻക്ലൂഡ് ഇൻ കോസ്റ്റ് ഷീറ്റിൽ വരുന്നത്? ഡൊണേഷൻ മാത്രമാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Okay. 94. Dash is an example of direct expenses in book publication. ബുക്ക് പബ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഏതാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് നോക്കൂ. കോസ്റ്റ് ഓഫ് പേപ്പർ എന്താണ്? മെറ്റീരിയൽ ആണ്, ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് അല്ലെ. വേജ് ഓഫ് പ്രിന്റിംഗ് സ്റ്റാഫ് എന്നുള്ളതോ അത് ഡയറക്റ്റ് ലേബർ ആണ്. റോയൽറ്റി എന്താ? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ സി ആണ് റൈറ്റ് ആൻസർ. 95. Given that value of raw material consumed is rupees 2 lakh. Raw material purchased is 1,50,000. Closing stock of raw material is 8 lakh. Calculate the value of opening stock. അപ്പൊ നമുക്ക് ഈ പറയുന്നതിന് ഇൻഫർമേഷന് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കാണാൻ പറ്റും. റോ മെറ്റീരിയൽ നമുക്കറിയാം എങ്ങനെ ഇത് കാണേണ്ടത്. കോസ്റ്റ് ഷീറ്റുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ കാണുമ്പോൾ അല്ലെ, ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ആഡ് പർച്ചേസ് ആഡ് പർച്ചേസ് ഏതാണ്? റോ മെറ്റീരിയൽ കേട്ടോ. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. ആഡ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു പർച്ചേസ് കേട്ടോ. എക്സ്പെൻസ് റിലേറ്റഡ് ടു പർച്ചേസ്. ദെൻ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? മെറ്റീരിയൽ കൺസ്യൂംഡ്. ഓക്കെ, ഇവിടെ നമുക്ക് ഏതൊക്കെ തന്നിട്ടുണ്ട്? റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എത്ര തന്നിട്ടുള്ളത്? 2 lakh ആണ്. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് 2 lakh കേട്ടോ. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് 2 lakh. ദെൻ അടുത്തതോ റോ മെറ്റീരിയൽ പർച്ചേസ് ഈസ് 1,50,000. 1,50,000യുടെ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഈസ് 80,000. ക്ലോസിംഗ് സ്റ്റോക്ക് 80,000 ആണ്. ലെസ് ചെയ്യാനാണ് ബ്രാക്കറ്റിൽ ഇട്ടു കേട്ടോ. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ക്ലോസ്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ എന്താണ്? എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും നമ്മൾ തന്നിട്ടില്ല. അപ്പൊ ഈ ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടെ 1,50,000 ആഡ് ചെയ്തു. അതിന് 80,000 ലെസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? എനിക്ക് മെറ്റീരിയൽ കൺസ്യൂമർ 2 lakh കിട്ടി. അപ്പൊ ഞങ്ങൾക്ക് അറിയാതെ ഞാൻ എക്സ് ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം അല്ലെ. എക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 1,50,000 മൈനസ് 80,000 ഈസ് ഇക്വൽ ടു 2 lakh. ഇനി എക്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ഈസ് ഇക്വൽ ടു എല്ലാത്തിനും അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി അല്ലെ. ഈക്വലിന്റെ പുറത്തേക്കുള്ള 2 lakh. ഈ പ്ലസ് 1,50,000 എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? മൈനസ് 1,50,000. ഇനി ഈ മൈനസ് 80,000 അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? പ്ലസ് 80,000 ആവും അല്ലെ. പ്ലസ് 80,000. അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ 2 lakh മൈനസ് 1,50,000 പ്ലസ് 80,000 ഈസ് 1,30,000. 1,30,000 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കോസ്റ്റ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ചെയ്താൽ മതി. മുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഓപ്പോസിറ്റ് ചെയ്താൽ മതി. 2 lakh പ്ലസ് 80,000 മൈനസ് 1,50,000 അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും കേട്ടോ. ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 96.
96 എന്താ വരുന്നത്? ഡാഷ് കോസ്റ്റിംഗ് ഈസ് ദ അഡോപ്ഷൻ ഓഫ് ഐഡന്റിക്കൽ കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഒന്നിലധികം ഓർഗനൈസേഷൻസ്, ഒരു മാനേജ്മെന്റ് ആവാം അല്ലെങ്കിൽ ഡിഫറെന്റ് മാനേജ്മെന്റ് ആവാം, ഒരേപോലുള്ള കോസ്റ്റിംഗ് മെത്തേഡ്സ്, കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് ചൂസ് ചെയ്യുന്നത് നമ്മൾ എന്താ പറയുക? യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുക അല്ലേ? യൂണിഫോം കോസ്റ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിലോ, വിച്ച് വൺ ഈസ് ഫാൾസ്? ഈ പറയുന്നതിൽ ഏതാണ് തെറ്റായിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ടെൻഡർ ഈസ് ആൻ എസ്റ്റിമേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. ശരിയല്ലേ? ടെൻഡർ എന്ന് പറഞ്ഞാൽ എസ്റ്റിമേഷൻ തന്നെയാണ്. റെന്റ് ഓൺ ബിൽഡിംഗ് ഇംപ്യൂട്ടഡ് കോസ്റ്റ്, സ്വന്തം ബിൽഡിംഗിൽ ഇംപ്യൂട്ടഡ് കോസ്റ്റ് ആണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? റെന്റ്. ദെൻ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് ഔട്ട്പുട്ട്. ആണോ? ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഔട്ട്പുട്ട് കൂടുന്തോറും കൂടുകയാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക? ഡിക്രീസ് ആണ് ചെയ്യുക അല്ലേ? ഇവിടെ ഇൻക്രീസ് എന്നാ കൊടുത്തുള്ളത്, ഇതുകൊണ്ട് തെറ്റാണ്. ദിസ് ഈസ് ഫാൾസ്. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ഇൻവോൾവ് പേയ്മെന്റ് ഓഫ് പേയ്മെന്റ് ഔട്ട്സൈഡ്. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോക്കറ്റിൽ നിന്ന് മറ്റുള്ളവർക്ക് ക്യാഷ് പോകുന്നതാണ്. സോ അതുകൊണ്ട് ഡിയും ശരിയാണ്. തെറ്റായിട്ടുള്ളത് കാര്യം ഏതാണ്? സി ആണ് അല്ലേ? അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത് കേട്ടോ. 98. Costs are classified into material cost, employee cost and expenses. Material, employees, expense ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന ഏതാണ്? ദിസ് ഈസ് എലമെന്റ് വൈസ് ക്ലാസിഫിക്കേഷൻ അല്ലേ? ഫംഗ്ഷനിലാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, അല്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, റിസർച്ച്, അങ്ങനെയുള്ളതായിരുന്നു അല്ലേ? ബിഹേവിയറിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിന്റെ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ, സെമി വേരിയബിൾ, അങ്ങനെയുള്ളതായിരുന്നു. കൺട്രോളബിലിറ്റി ആണ് കൺട്രോളബിൾ, അൺകൺട്രോളബിൾ കോസ്റ്റ്, അങ്ങനെ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നമുക്ക് എലമെന്റ് വൈസിലാണ് ഇത് വരുന്നത്. മെറ്റീരിയൽ, ലേബർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ, എംപ്ലോയീസ് എക്സ്പെൻസ് വരുന്നത് കേട്ടോ. 99. Weights of abnormal idle time. അബ്നോർമൽ എന്ന് കണ്ടാൽ തന്നെ ഏതിലേക്കുള്ളതാണ് അല്ലേ? ചാർജ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് ഷീറ്റ്? കോസ്റ്റ് ഷീറ്റിൽ വരാത്തത് ഏതാണ്? ക്യാഷ് ഡിസ്കൗണ്ട്, ബാങ്ക് ഇൻട്രസ്റ്റ്, ഡൊണേഷൻ ടു എംപ്ലോയീസ് ഓഫ് ക്ലബ്. ഇവിടെ നോക്കാം, ഇതില് ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കാറുണ്ടോ? ഇല്ല അല്ലേ? ബാങ്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല, ബാങ്ക് ഇൻട്രസ്റ്റും കാണിക്കാറില്ല. ഡൊണേഷൻ ടു എംപ്ലോയീസ് അതുമില്ല അല്ലേ? അപ്പൊ ഏതാ വരിക? ഇതിൽ ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എക്സാമിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർ ആയിട്ട് നമുക്ക് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയാം, കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ അറിയാത്തവർക്ക് 9744663292. അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ടുകളൊക്കെ വിളിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ. യെസ്. അപ്പോൾ ബാക്കിയുള്ള മറ്റെന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. ഏതെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോയിൽ, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.